നീ മാത്രം വിചാരിച്ചാലേ പറ്റുള്ളൂ കനക. ഇച്ചിരി പൈസയുടെയും കൂടി ആവശ്യമുണ്ട്. പൈസ വേണ്ട, പക്ഷെ പൈസ വേണ്ട. പിന്നെന്താ വേണ്ടത്? ഏട്ടാ കൊണ്ട് വേറെന്തെങ്കിലും സഹായമാണെങ്കിൽ ഏട്ടാ ചെയ്തു തരും. ഞാൻ അവിടെ കട തുറക്കാനും സഹായിക്കാനും ഒക്കെ വന്ന് നിൽക്കാം. സാധനം എടുക്കാൻ പോകണമെങ്കിലൊക്കെ പോവാം. പക്ഷെ കട തുറക്കണമെങ്കിൽ ഒരു സഹായം വേണോടാ. പൂട്ട് തുറക്കണോ? സർട്ടിഫിക്കറ്റ്. എന്ത് സർട്ടിഫിക്കറ്റ്? സാലറി സർട്ടിഫിക്കറ്റ്. എന്റെ സാലറി സർട്ടിഫിക്കറ്റ് അത് കാണിച്ചിട്ട് അവന് ലോൺ എടുത്തിട്ട് വേണം. അല്ല, ഇത് കട തുടങ്ങാനല്ലേ, അപ്പൊ നമ്മൾ അതിനകത്ത് വരുമാനം ഉണ്ടല്ലോ. എന്ത് വരുമാനം? എടാ, ദിവസം 2000 രൂപ. എന്താണ് ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്? നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്? ഇവ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് ഇതുവരെ വിജയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ഇവനെ ഞാൻ സഹായിച്ച് അവനല്ല നിന്നെ സഹായിച്ച് ഞാൻ ഒരു പരുവായിരിക്കാണ്. ഇനി എന്റെ സാലറി സർട്ടിഫിക്കറ്റ് അതാകെ ഇനി അതവിടെ ഉള്ളു. ചേച്ചി ഇവരൊക്കെ എന്നൊക്കെ കൂട്ടി നിൽക്കുന്നുണ്ടല്ലോ. എടാ എന്നും പറയണ പോലെ എല്ലാ മനുഷ്യനൊന്നും നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ. ഈ നന്നാവും എന്ന് പറയുന്നല്ലാതെ ഇന്നത് വരെ നന്നായിട്ടില്ലല്ലേ? ഇന്നത് വരെ നന്നായിട്ടുണ്ടോ? ഇനി നന്നാവും എന്നുള്ള വിശ്വാസവും ഇല്ല. അല്ല, ഇതിപ്പോ എടപ്പഴഞ്ഞി സെന്ററിൽ തന്നെയല്ലേ നമുക്ക് കട. അത് എടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം. ഒന്നാമത്തെ കാര്യം, ഒരു കാര്യത്തിലുള്ള ഉത്തരവാദിത്ത ബോധമാണ്. ഉത്തരവാദിത്തം വരും. അവനില്ല. വരും. അവന് ജന്മനാ ഇല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ പറയലാണോ? ഇല്ല. ഇനി ഈ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് അതിന്റെ ദോഷം അറിയാം അവനക്ക്. ഇപ്പൊ നടച്ചിട്ട് ഞാൻ അടയ്ക്കേണ്ടി വരും. ഈ അടുത്ത കാലത്താണ് ഞാൻ പറയണൊന്ന് കേക്കട. ഞാൻ മനസമാനമായിട്ട് വീട്ടിലിരിക്കാൻ വിചാരിച്ചു. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെയൊക്കെ പഠിച്ചാൽ വെളിയിൽ ഇറങ്ങാൻ പോയി നിൽക്കാം. എന്ത് ചെയ്യുമെന്ന് പറയാം. ഒന്നും പറയിടില്ലേ ചേച്ചി? ഇത് എന്ത് ബോധക്കേടാ പറയുന്നത്? നിങ്ങൾക്ക് എടുത്ത് സാലറി സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വീട് വെക്കേണ്ട ആവശ്യം വന്നാലോ? നിങ്ങൾ അതിന് നാളെ മറ്റന്നാളൊന്നും വീട് വെക്കാൻ പോണില്ല. അതൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോഴാ വീട് വെക്കുന്നതെന്ന്. അതുമല്ല 2 പെൺപിള്ളേരാ ഇവിടെ ഉള്ളത്. അവർക്കൊരാവശ്യം വന്നാൽ എന്ത് ചെയ്യും? എടി, അതിങ്ങനെ പിറുങ്ങണി പിള്ളേരല്ലേ. പിറുങ്ങണി പിള്ളേരെ നാളെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വലുതാകും, അറിയാവോ? അതുമല്ല എൻ്റെ ആങ്ങളെയൊക്കെ ആയിരിക്കും ക്ലീറ്റോ ചേട്ടൻ തുടങ്ങുന്ന എല്ലാ പരിപാടിയും വമ്പര് ഫ്ലോപ്പായിരിക്കും ചേച്ചി. ഞാൻ ഇതിന് കൂട്ട് നിൽക്കത്തില്ല. എടി, എന്തു ആടില്ലേ. എന്തു അടി? ചേച്ചി എപ്പോഴും വന്ന് ഇങ്ങനെ കരഞ്ഞു കാണിക്കും. ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലല്ലോ, ഞാൻ കാര്യം ചോദിച്ചില്ല. ഇത് ഞാൻ സമ്മതിക്കത്തില്ല. ഏട്ട സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കത്തില്ല. ഇനി എന്താ വരുന്നേട്ടാ? വരുവാ. ഇതിപ്പോൾ എന്തായിരിക്കും എന്നറിയോ അവസാനം സംഭവിക്കാൻ പോണത്? ആ ബേക്കറി അങ്ങ് എടുക്കും. ഓരോ ദിവസം ആകുമ്പോൾ ഓരോ ഭരണി എടുത്ത് ക്ലീറ്റോ ചേട്ടൻ മുമ്പിക്കൽ അങ്ങോട്ട് വെക്കും. എന്നിട്ട് അതങ്ങ് പാർട്ടി ഓഫീസ് ആക്കും. ഇതല്ലേ ചെയ്യാൻ പോണത്? ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പോണില്ലല്ലോ. വരുവാ ഏട്ടാ. കുറേ ടൈപ്പായിട്ട് വന്നേക്കാണ്. വരുവാണ്. സാറേ, തങ്കം പോയിട്ടുണ്ട് ചോദിക്കാൻ. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം തന്നെ ബേക്കറി ഓപ്പൺ ആക്കാം. അപ്പോൾ ഭയങ്കര സന്തോഷം. തങ്കത്തിനും മുത്തിൻ്റെ പേരിടണമെന്നൊക്കെയാണ് അവൾ പറയണേ. തന്നില്ലെങ്കിൽ അവൻ്റെ തൊപ്പി ഏർപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അതിപ്പോൾ വഴി ഒന്നുമില്ലളിയാ. നമ്മളെ അമ്പിളിക്കുട്ടൻ്റെ പാർട്ടിയിലൊരു പുതിയ നേതാവ് വന്നിട്ടുണ്ടല്ലോ, ഒരു പുത്തമ്പണക്കാരൻ ഗോപിനാഥൻ. അവൻ്റെ വീട്ടിൽ കള്ളനോട്ടടിയാണെന്ന് ഞാൻ എൻ്റെ അളിയൻ്റെ അടുത്ത് പറയും. അളി അതിൻ്റെ പിറകെ പോയി ചൂട് ചോറ് വാരും. അപ്പോൾ പൊള്ളു കളിയുന്നു. അതൊക്കെ നമ്മൾ കാണാൻ പോണ പൂരം. ഇനിയിപ്പോൾ ഇതിൽ ഫോണിൽ കൂടെ പറയണ്ട, നമുക്ക് കാണാം. നോക്കട്ടെ, അവൻ തരുമല്ലേ നോക്കട്ടെ. നീ അവനെ കൂട്ടി നടരായനെ കൂട്ടിയിട്ട് ആ ബേക്കറിയുടെ അങ്ങോട്ട് വാ. ഇച്ചിരി കാര്യങ്ങളുണ്ടറാ. ഞാൻ വിളിക്കാം. തരില്ല എന്ന് പറഞ്ഞല്ലേ? വേണ്ടടി, വേണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും അവന് നമ്മൾ നന്നാവണം ഇഷ്ടമല്ലല്ലോ. ഇവൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ എന്ന് ഞാൻ വാങ്ങിക്കും സാലറി സർട്ടിഫിക്കറ്റ്. ക്ലീറ്റ് ആരാണെന്ന് അറിയും. ആങ്ങള ഇനി ആങ്ങളെ പറഞ്ഞ് വിളിച്ചോണ്ട് പറയാൻ നടക്കല്ലേ കേട്ടാ.